ഹലോ ഡിയേഴ്സ്, ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് റെഡി ആയാലോ? അപ്പോൾ കോസ്റ്റ്യൂം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാരിയാണ് കേട്ടോ. ബ്ലാക്ക് ആൻഡ് പിസ്ത കളർ കോമ്പിനേഷനാണ്. എനിക്കാണെങ്കിൽ മറ്റുള്ളവർക്ക് സാരി എടുത്ത് കൊടുക്കാനാണ് ഇഷ്ടം, കാരണം അത് പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷെ ഞാൻ സാരി എടുത്തു കഴിഞ്ഞാൽ തീരെ പെർഫെക്റ്റ് അല്ല കേട്ടോ. എനിക്ക് ഒട്ടും അറിയില്ല സ്വന്തമായി സാരി എടുക്കാൻ. മറ്റുള്ളവർക്ക് ഉടുത്തു കൊടുക്കുമ്പോണ്ടല്ലോ നല്ല ഭംഗിയിൽ എടുത്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ നല്ല തടി കൂടിയ പോലെ തോന്നിയിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമായില്ല. പക്ഷെ അത് മാറ്റി വേറെ എടുക്കാനുള്ള സമയമില്ല കേട്ടോ. ഈ സാരി ആണെങ്കിൽ ഞാൻ നഴ്സിങ്ങിന് പഠിക്കുമ്പോൾ എൻ്റെ ജൂനിയേഴ്സിൻ്റെ ക്യാപ്പിങ്ങിൻ്റെ സാരിയാണ് കേട്ടോ. അപ്പോൾ അത് എടുക്കാനുള്ളൊരു പൂതി കൊണ്ടാണ് ഞാൻ ആ സാരി വൺ ലെയർ ആയിട്ട് കൊടുത്തത്. കൊടുത്തപ്പോഴാണെങ്കിലോ പറയേ വേണ്ട, അത് കോളായി. അങ്ങനെ തന്നെ ഞാൻ ഷുഗർ പോപ്പിൻ്റെ ഫൗണ്ടേഷൻ അങ്ങ് മുഖത്ത് പരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടി തമ്പുരുമോളുടെ ബേബി പൗഡറും കൂടെ മുഖത്തങ്ങ് പരത്തി കൊടുത്തു. എന്നിട്ട് ഞാൻ സാധാരണ കൈ കൊണ്ടാണ് പരത്താറ്, പക്ഷെ കുറച്ചൊരു വെറൈറ്റി ഒക്കെ വേണ്ടേ വെച്ചിട്ട് ബ്രഷ് കൊണ്ടാണ് തട്ടി കൊടുക്കുന്നത് കേട്ടോ. ബ്രഷ് തമ്പുരുമോളുടെ പിരികെ എഴുതി കഴിഞ്ഞാൽ പൗഡർ തട്ടാനുള്ള ബ്രഷാണ്. അപ്പം ഞാൻ അതങ്ങ് എടുത്തു. അങ്ങനെ നമ്മളുടെ പുട്ടി വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് ഇത് ഐബ്രോ കേട്ടോ. ഐബ്രോ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കേണ്ടിയുണ്ട്, കാരണം എനിക്ക് ഐബ്രോ ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ആണ് കേട്ടോ പിരിക. പിന്നെ ഇത് ഈ കാജലിൻ്റെ സ്റ്റിക്ക് കൊണ്ട് കണ്ണ് നന്നായിട്ട് കറുപ്പിച്ച് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഫംഗ്ഷന് പോകുമ്പോൾ കണ്ണിൻ്റെ ഭംഗി വേണം വെച്ചൊക്കെ നന്നായിട്ട് കണ്ണ് കറുപ്പിച്ച് എഴുതേണ്ടതുണ്ട് കേട്ടോ. പിന്നെ ഇത് ADSൻ്റെ ഐലൈനർ കൊണ്ട് കണ്ണിൻ്റെ മുകൾ ഭാഗം ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഫോണിൽ നോക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ, ചെറുതായിട്ട് തലവേദനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ മിററിൽ നോക്കിയിട്ട് ചെയ്യൽ തുടങ്ങിയത് കേട്ടോ. പിന്നെ കുറച്ച് ഭംഗിയൊക്കെ തോന്നിയപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ ലിപ്സ്റ്റിക്ക് മാറ്റിയിട്ട് ലിപ് ബാമാണ് കേട്ടോ തേക്കുന്നത്. പക്ഷേ ലിപ് ബാം തേച്ചപ്പോൾ തന്നെ ലിപ്സ്റ്റിക് ഇട്ട പെർഫെക്ഷൻ ആണ് കേട്ടോ. ചുണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇനി ലിപ്സ്റ്റിക്കിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഞാൻ പുറത്തു പോയപ്പോൾ കുറച്ച് കല്ല് വെച്ച പൊട്ടുകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആ കല്ല് വെച്ച പൊട്ടാണ് കേട്ടോ തൊട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മളുടെ മെയിൻ ആള് സിന്ദൂരം. ഇതുണ്ടല്ലോ, തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ 3-4 മണിക്കൂർ വരെ നിൽക്കും കേട്ടോ. അത്രയല്ല, അതിൽ കൂടുതൽ മണിക്കൂറും വരെ നിൽക്കുന്നുണ്ട്. നല്ല ലൈറ്റ് റെഡ്, നല്ല സൂപ്പറാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, എന്നും പറ്റുന്ന ഒരു പൊട്ടത്തരാണ് കേട്ടോ. എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ തലയിൽ നല്ല വെളിച്ചെണ്ണ ഉണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിൽ പോവേണ്ടതാണ്. എനിക്ക് സ്ഥിരം പറ്റുന്ന പൊട്ടത്തരാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മുടി വെറുതെ അങ്ങ് അഴിച്ചിട്ടു. പിന്നെ ഈ ഒരു കമ്മലാണ് ഇട്ട് കൊടുക്കുന്നത്. ഡ്രസ്സിന് മാച്ചായിട്ട് തന്നെ ഇരിക്കട്ടെ വിചാരിച്ചു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആ കമ്മൽ കാണാനായിട്ട്. പിന്നെ ഈ മാലയാണ് കേട്ടോ മാച്ചായിട്ട് ഇട്ട് കൊടുത്തത്. ഇട്ടപ്പോൾ കുറച്ച് ബോറായിട്ട് തോന്നി. വേണോ വേണ്ടയോ എന്നുള്ള രണ്ട് മനസ്സിലാണ് ഞാൻ നിന്നത് കേട്ടോ. പിന്നെ ഇത് മാച്ചായിട്ട് ഈ ഒരു കറുപ്പ് വളയാണ് ഇട്ട് കൊടുത്തത്. ഒന്നും പറയണ്ട, എനിക്ക് ബോറായി തോന്നിയത് കൊണ്ട് ഞാൻ ആ മാല മാറ്റി വലിയ താലിമാല ഇട്ടു. അതുപോലെ തന്നെ കടയ്ക്കൊരു ക്ലിപ്പ് ഇട്ട് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണേ.